വണക്കം, വന്ദനം, നമസ്കാരം. ഞാൻ ശരത് രമേശ്. തിരുവനന്തപുരം നഗരസഭയിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ശ്രീ ആർ സുഗതനെ പോലീസ് അറസ്റ്റ് ചെയ്ത രീതിയെ പറ്റിയുള്ള മാധ്യമ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഏതോ ഒരു വലിയ ക്രിമിനലിനെ പിടിക്കുന്നത് പോലെ, പിടികിട്ട പുള്ളിയെ പിടിക്കുന്നത് പോലെ വീട്ടിൽ കയറി ആകാശത്തേക്ക് വെടിവെച്ച് ഒരു ആളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ, അതും ഒരു ജനപ്രതിനിധിയെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവിടുത്തെ സാഹചര്യം അത്രത്തോളം ഭീകരമായിരുന്നോ എന്നൊരു ചോദ്യം പ്രേക്ഷകൻ ചോദിക്കും. അതിനുള്ള ഉത്തരം തരേണ്ടത് ഇവിടുത്തെ പോലീസും ആഭ്യന്തര വകുപ്പും തന്നെയാണ്. ശ്രീ ആർ സുഗതൻ തിരുവനന്തപുരം വാർഡിന്റെ കൗൺസിലറായിട്ട് മാറുന്ന സമയത്ത് ആ വാഴോട്ടുകോണം എന്ന വാർഡിന്റെ ഹിസ്റ്ററി കൂടി നിങ്ങളൊന്ന് അറിയണം. അവിടെ ഇതുവരെ BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു കൗൺസിലറെ വിജയിപ്പിച്ചിട്ടില്ല. അവിടെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും അനുകൂലമായിട്ടുള്ള തരംഗമാണ് വാർഡ് രൂപീകരിച്ച കാലം മുതലുള്ളത്. അവിടെ വാഴോട്ടുകോണത്ത് ആർ സുഗതൻ വിജയിച്ച് വരുമ്പോൾ തന്നെ അദ്ദേഹം ഒരുപാട് പേരുടെ കണ്ണിലെ കരടായിരുന്നു. അദ്ദേഹത്തിന് ഹിസ്റ്ററി, അദ്ദേഹം ഒരു കാപ്പ കേസ് പ്രതിയാണ്, ഗുണ്ടയാണ്, ക്രിമിനലാണെന്നൊക്കെ പറഞ്ഞ് ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അങ്ങനെ ഒരാളെ വാഴോട്ടുകോണം വാർഡിലെ ആളുകൾ എന്തിന് ജയിപ്പിക്കണം? അദ്ദേഹം ഒരു ക്രിമിനലാണെങ്കിൽ ജയിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടും ജയിപ്പിച്ചെങ്കിൽ അദ്ദേഹം അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അത് ഇഷ്ടപ്പെടാത്തൊരു വലിയ വിഭാഗം അവിടെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വധശ്രമ കേസിലാണ്. ആ കേസിന്റെ ഹിസ്റ്ററി നിങ്ങൾ പരിശോധിക്കണം. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ അതിന്റെ എന്താണ് അതിന്റെ കഥ എന്നുള്ള കാര്യം അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ആ നാട്ടിലൊരു ഉത്സവം നടന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകൾക്ക് അടക്കം ബുദ്ധിമുട്ടുണ്ടാകുന്ന കുറച്ച് പേരുടെ ഒരു ഇടപെടൽ കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൗൺസിലർ സ്ഥലത്തെത്തുകയും തുടർന്ന് നടന്ന ഒരു വാക്ക് തർക്കത്തിൽ ഉണ്ടായ ഒരു പ്രശ്നമാണ് ഇതിന്റെ ഒരു അടിസ്ഥാന കഥ എന്ന് പറയുന്നത്. അത് എന്താണെന്നുള്ളത് അവിടുത്തെ അമ്മമാർ തന്നെ പറയുന്ന ഒരു വീഡിയോ കൗൺസിലർ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ പുറത്തുവിടുകയും ചെയ്തു. വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ ആർ സുഗതന്റെ വീട് അറിയാത്തവർ ആ വീടിന്റെ പരിസരം പോയി ഒന്ന് അന്വേഷിച്ച് നോക്കണം. അവിടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് അന്വേഷിക്കണം. അദ്ദേഹത്തിന് 2 കുട്ടികളാണുള്ളത്. 2 പേരും പ്രായപൂർത്തിയായവരല്ല. ഒരു കുട്ടിക്ക് 8 വയസ്സ്, ഒരു കുട്ടിക്ക് 14 വയസ്സ് മാത്രമാണ് പ്രായം. അങ്ങനെയുള്ള 2 കുട്ടികളും ഭാര്യയും താമസിക്കുന്ന വീട്ടിൽ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരിക എന്നുള്ള വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഇന്ന് അദ്ദേഹത്തിന്റെ കേസ് ഹൈക്കോടതി പരിഗണനയിൽ എടുക്കുന്ന ദിവസം കൂടിയാണ്. ഈ ദിവസം തന്നെ, അതിന്റെ തലേന്ന് രാത്രി തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അതിൽ പോലീസിന് ചില വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നുള്ളത് വ്യക്തമാണ്. വട്ടിയൂർക്കാവിന്റെ ചരിത്രം അറിയാവുന്നവർക്ക്, സുഗതനെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് മുൻ അവിടുത്തെ MLA നടത്തിയ പ്രചരണങ്ങൾ, ഇതിനെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് തുടർച്ചയായിട്ട് സംസാരിച്ചിരുന്ന ആളാണ് വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ. ഇതിനെതിരെ സ്ഥലത്തെ CPM പ്രവർത്തകർക്കും അദ്ദേഹത്തിന് മുൻ MLAക്കും ഒക്കെ ഇദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായി തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതും അവിടെയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. വാഴോട്ടുകോണത്തിന്റെ വട്ടിയൂർക്കാവിന്റെ വികസനത്തിന് വേണ്ടി നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇല്ലാത്തൊരു കേസിന് മേൽ പിടികൂടപ്പെടുമ്പോൾ അത് ചിലർക്ക് രാഷ്ട്രീയ ലാഭമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയന്റെ വീട്ടിലേക്ക് EDയുടെ റെയ്ഡ് നടക്കുന്നത്. ED റെയ്ഡ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്ത് പോലുമല്ല, അദ്ദേഹത്തിന്റെ മകൾ ആ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഈ മകളുടെ വീട്ടിൽ അന്വേഷണം നടത്താനും എത്തിയ ED ഉദ്യോഗസ്ഥരെ അവിടുത്തെ CPM പ്രവർത്തകർ എങ്ങനെയാണ് നേരിട്ടതെന്നുള്ളത് നമുക്കറിയാം. ആ സമയത്ത് ഒരു ലാത്തി ചാർജ് പോലും നടത്താത്ത കേരള പോലീസ്, നോട്ട് ദ പോയിന്റ്, ED ഉദ്യോഗസ്ഥരുടെ വാഹനം തല്ലിത്തകർത്ത് അവരുടെ ജീവന് ഭീഷണിയാവുന്ന രീതിയിൽ പെരുമാറിയിട്ട് അവിടെ ലാത്തി ചാർജ് പോലും നടത്താത്ത കേരള പോലീസ് ഒരു ജനപ്രതിനിധിയുടെ വീട്ടിൽ അദ്ദേഹത്തെ പിടികൂടാൻ എത്തുമ്പോൾ ആകാശത്തേക്ക് വെടിവെക്കണമെങ്കിൽ എന്താണ് അതിന് പിന്നിൽ സംഭവിച്ച അത്രയും വലിയൊരു കാര്യം? പോലീസിനെതിരെ സുഗതൻ വെടിവെച്ചോ? പോലീസിനെതിരെ സുഗതൻ ബോംബെറിഞ്ഞോ? പോലീസിനെതിരെ ആളുകൾ ജനക്കൂട്ട് അക്രമാസക്തമായി എന്തെങ്കിലും ആക്രമണം അഴിച്ചുവിട്ടോ? ഇല്ലല്ലോ. അവിടെ അങ്ങനെ ഒരു വെടിവെപ്പിന്റെ സാഹചര്യം എന്താണ്? അത്യപൂർവമായ സാഹചര്യങ്ങളിൽ മാത്രമേ പോലീസ് ആകാശത്തേക്ക് വെടിവെക്കാവൂ എന്നൊരു നിയമം നിലനിൽക്കെ ഇത്രയും അധികം രീതിയിൽ ഒരു സംഘർഷ ഭൂമിയാക്കി തിരുവനന്തപുരം നഗരസഭയെ മാറ്റിയെടുക്കാൻ, പ്രത്യേകിച്ച് വാഴോട്ടുകോണത്തെ മാറ്റിയെടുക്കാൻ വട്ടിയൂർക്കാവ് പോലീസ് നടത്തിയ ഇടപെടലുകൾ തെളിയിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും കോടതിയുടെ പരിഗണനയിലുള്ള കേസിനെ പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. ഗുണ്ടയാണ്, കാപ്പ കേസ് പ്രതിയാണ്, മറ്റതാണ് മറിച്ചതാണ്, അതുകൊണ്ട് ആരെയും വെടിവെച്ച് കൊല്ലാം എന്നാണ് കേരള പോലീസ് പറയുന്നതെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഒരു പരാജയമാണെന്ന് പറയേണ്ടി വരും.